കൊറിയൻ എന്റർടൈൻമെന്റ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു സൈഡിൽ സ്വന്തം നാട്ടിൽ നിന്ന് മൊത്തം പുറത്താക്കലിൽ നേരിടുമ്പോഴും സൗത്ത് കൊറിയൻ നടൻ കിം സിയോന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫുൾ സ്വീകരണമാണ് കിട്ടുന്നത്. ഈ ജൂണിൽ ബ്രസീലിലെ തന്നെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ SBT കിം സിയോന്റെ ഡ്രാമ മൈ ലവ് ഫ്രം ദി സ്റ്റാർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കൊറിയയിലെ 2013 എയർ ചെയ്ത ഈ ഡ്രാമ ഇപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ സ്വീകാര്യതയോടെ സൗത്ത് അമേരിക്കയിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നത്. കൊറിയൻ കണ്ടന്റ്സിന് വർദ്ധിക്കുന്ന സ്വീകാര്യതയാണ് ഈ ബ്രസീൽ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെ പലരും ഏഷ്യൻ പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള കണ്ടന്റുകളുടെയും കൊറിയൻ കണ്ടന്റുകൾക്കും വേണ്ടി പുതിയ സ്ലോട്ട് തന്നെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല, തായ്വാനിലും ഈ ഡ്രാമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഭൂമിയിലേക്ക് വന്ന ഏലിയന്റെ കഥ പറയുന്ന 21 എപ്പിസോഡുകളുള്ള ഈ ഫാന്റസി റോംകോം ഡ്രാമയിൽ കൊറിയയിൽ വൻ ഹിറ്റായിരുന്നു. ഇപ്പോൾ ആഗോള ഹലിയു തരംഗം ലോകത്തെ കീഴടക്കിയതിനു ശേഷം ഈ ഡ്രാമ കട്ട് ക്ലാസിക്കുകളിൽ ഒന്നായാണ് കാണപ്പെടുന്നത്. ഈ ഡ്രാമയിലൂടെയാണ് കിം സിയോൻ കൊറിയൻ ഡ്രാമകളിലെ മുൻ താരനിരയിലേക്ക് തന്നെ എത്തിപ്പെട്ടത്. മരണപ്പെട്ട കിം സേറോൺ എന്ന നടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് റിലേഷൻ ആയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ ഇടയിലാണ് ഈ നേട്ടം കിം സിയോൻ സ്വന്തമാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡ്രാമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത ഈ വിവാദങ്ങളുടെ ഇടയിലും ഇനി കിം സിയോന്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇതേ സമയം തന്നെ കിം സിയോന്റെ ഏറ്റവും പുതിയ ഡ്രാമയായ നോക്ക് ഓഫിന്റെ റിലീസ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മാത്രമല്ല, പല കൊറിയൻ ആൻഡ് ഗ്ലോബൽ ബ്രാൻഡുകളിൽ നിന്നും കിം സിയോനെ അംബാസഡറായിട്ട് മാറ്റിയിരുന്നു. ബ്രാൻഡ് കൊളാബറേഷനും ഡ്രാമയും ഒക്കെ ക്വസ്റ്റ്യൻ മാർക്കിലാണെങ്കിലും ഇപ്പോഴും നടനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരും ഏറെയാണ്.